എല്ലാവരും ഇപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ മൊബൈലിൽ തന്നെയാണ് എടുക്കുന്നതും അതേപോലെ തന്നെ മൊബൈലിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും. അങ്ങനെ എല്ലാവർക്കും സാധാരണക്കാർക്കും എങ്ങനെയുള്ളവർക്കും ഈസി ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാനാണ് അനസ്. വെൽക്കം ടു മൈ ചാനൽ ടെക്കി ന്യൂസ് മലയാളം. വീഡിയോ കാണുന്നതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആപ്ലിക്കേഷൻ VN വീഡിയോ എഡിറ്റർ എന്നാണ് പേര്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നാം വരുന്നത്. ഇതാണ് ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ നേരത്തെ ചെയ്തു വെച്ച പ്രൊജക്ട്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ടെംപ്ലേറ്റ്സ്, വർക്ക്സ് അങ്ങനെ ഉണ്ടാവും. നാം ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അതെടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക. എഡിറ്റിങ്ങിൻ്റെ ടൈം ലൈനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നാം ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൽ ട്രിമ്മൊക്കെ ചെയ്യണമെങ്കിൽ ഈ ട്രിമ്മിൻ്റെ ഭാഗങ്ങളുണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടത്ര ട്രിം ചെയ്തിട്ട് നമുക്ക് ശരി ക്ലിക്ക് ചെയ്താൽ വീഡിയോൻ്റെ ലെങ്ത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ എവിടെയെങ്കിലും വീഡിയോൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സ്പ്ലിറ്റൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റിൻ്റെ ഭാഗം കണ്ടോ, സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി പ്ലസ് ബട്ടൻ്റെ അവിടെ നമുക്ക് ഓരോ ട്രാൻസിഷൻസ് ആഡ് ചെയ്യാൻ കഴിയും. ഇതേപോലത്തെ ട്രാൻസിഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ വേറെയും കുറേ ട്രാൻസിഷൻസ് ഉണ്ട്. ഇതേപോലെ കുറേ ട്രാൻസിഷൻസ് ഉണ്ട്. ഇതേപോലത്തെ കുറേ ട്രാൻസിഷൻസ് ഉണ്ട്. തുടക്കത്തിൽ ഫസ്റ്റും ആദ്യവും ട്രാൻസിഷൻസ് ആഡ് ചെയ്യാൻ കഴിയും. പക്ഷെ അത് നോർമലായിട്ടുള്ള ട്രാൻസിഷൻസ് മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. കണ്ടില്ലേ? ഇതേപോലെ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, ഈ സ്പീഡ് മനസ്സിലാവണമെങ്കിൽ B-rolls ഒക്കെ എടുത്തവർക്ക് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാൻ, ഇടയ്ക്ക് ഫാസ്റ്റായിട്ട് സ്ലോ ആയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് നല്ലതായിരിക്കും ഇങ്ങനെ കേഴ്സൊക്കെ ചെയ്തിട്ട്. കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതേപോലെ സ്പീഡ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ഭാഗം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് താഴോട്ടേക്കൊന്ന് സ്വൈപ്പ് ചെയ്താൽ ആ ഭാഗം അങ്ങനെ തന്നെ ഡിലീറ്റ് ആയിട്ട് പോകുന്നതാണ്. അത് തിരിച്ചെടുക്കണമെങ്കിൽ ഈ അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് തിരിച്ചു വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഫിൽറ്റേഴ്സ്, സിനിമാറ്റിക് ഫിൽറ്റേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. കളർ ഗ്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. ക്രിയേറ്റ് മൂഡ്, അങ്ങനെ പല പല ഫിൽറ്റേഴ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്കതൊക്കെ ഇതാക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. എക്സ്പോഷർ കുറച്ചിട്ട്, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി, ബ്രൈറ്റ്നെസ് കുറച്ച് അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ അഡ്ജസ്റ്റും കൂടി ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിൽ ഒരു എഫക്റ്റ് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ കണ്ടില്ലേ? ഇതേപോലത്തെ ഒരു മിന്നുന്ന എഫക്റ്റ്, അങ്ങനത്തെ എഫക്റ്റ്സൊക്കെ കൊടുക്കാൻ കഴിയും. അതിൻ്റെ പീരീഡും നമുക്ക് കൊടുക്കാം. നല്ല സ്ലോ ആക്കാം, അതേപോലെ തന്നെ സ്പീഡുള്ളതാക്കാം. കണ്ടില്ലേ? ഇതേപോലെ സ്ലോ ആയിട്ടുള്ളതാക്കാം. ഇങ്ങനെ പല എഫക്റ്റ്സും നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട്, വീഡിയോക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ കഴിയും. ഇതേപോലത്തെ ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ നമുക്ക് വീഡിയോ ക്രോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ സൂം ചെയ്താൽ ക്രോപ്പായിട്ടുണ്ടാകുന്നതാണ്. അതല്ലെങ്കിൽ യൂട്യൂബിൻ്റെ, മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെ, ടിക്ടോക്കിൻ്റെ ഒക്കെ റേഷ്യോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ മിറർ ചെയ്യാം, ഫ്ലിപ്പ് ചെയ്യാം, പിന്നെ ഇടയ്ക്ക് വെച്ച് കൈൻ മാസ്റ്ററിൽ ക്യാപ്ചർ ആൻഡ് സേവ് പോലെ ഫ്രീസും ചെയ്യാം. ഇത് കണ്ടില്ലേ? ഇങ്ങനെ
ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സും ചെയ്യാം വീഡിയോ. ഇതിപ്പോൾ വീഡിയോ റിവേഴ്സ് ആയിട്ടേ ഉള്ളത്, കണ്ടില്ലേ? നേരത്തെ വീഡിയോയും ഇത് മേലോട്ടേക്കാണ് റിവേഴ്സ് ആയത്, താഴോട്ടേക്ക്. അങ്ങനെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ സൂം ഔട്ട്, സൂം ഇന്ന് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതൊരു വീഡിയോ ഒരു ലെയറായിട്ട് ഉപയോഗിക്കാം. വീഡിയോ ലെയറാക്കി മാറ്റണമെങ്കിൽ ഈ ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, ഈ ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ ലെയറായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ബട്ടൺ നോക്കിയിട്ട് വീഡിയോ, ഫോട്ടോ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ മെറ്റീരിയൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ലെയർ വീഡിയോ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫോട്ടോ ലെയറായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഈ ലെയറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ നോക്കിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത്. പ്രോസസ്സിംഗ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വേണ്ട പോർഷൻസ് ഒന്ന് ട്രിം ചെയ്തിട്ട് ഓക്കെ ആക്കട്ടെ. വേണ്ട പോർഷൻസ് മാത്രം മതി, ഇത്രയും മതി. നമുക്ക് ഇനി ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആണ്, നമുക്കൊന്ന് ക്രോമാക്കി എടുത്തിട്ട് കളർ പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇൻറ്റൻസിറ്റി സ്പില്ലൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്ഥലമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. പിന്നെ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഗ്രീൻ സ്ക്രീൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഈ വീഡിയോൻ്റെ കൂടെ ഒരു മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ മ്യൂസിക്കിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൈ മ്യൂസിക് തന്നെ കിട്ടും. അതേപോലെ തന്നെ ഞാനിപ്പോൾ നെറ്റ് ഒന്ന് ഓണാക്കിയെങ്കിൽ ഇവിടെ ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറേ മ്യൂസിക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് കിട്ടും. ഇൻ്റർനെറ്റ് ഓണാക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെ സൗണ്ട് എഫക്ട്സ് ഇഷ്ടം പോലെ, കണ്ടില്ലേ, ഇതേപോലെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റെക്കോർഡ് വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ ഇതുവഴി വോയിസ് ഓവർ ചെയ്യാവുന്നതാണ്. ഇപ്പം ക്ലിക്ക് ചെയ്താൽ ഹലോ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയാണ്. ഇപ്പോൾ ഞാൻ വെച്ച് നോക്കുകയാണ്. അത്യാവശ്യം നല്ല ഇത് ഞാനിപ്പോൾ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ ഇതേതായാലും ഡിലീറ്റ് ചെയ്യുകയാണ്. ശരി, ഇനി നമുക്ക് വീഡിയോയിൽ ഒരു ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യാണ്, ടെക്കി മലയാളം, ടെക്കി ന്യൂസ് മലയാളം, ടെക്കി ന്യൂസ് മലയാളം. ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്കിനി സ്റ്റൈല് മാറ്റണമെങ്കിൽ മാറ്റാനും പറ്റും. അതേപോലെ തന്നെ ഫോൺസ്, ഇഷ്ടംപോലെ ഫോൺസ് ഉണ്ട് ഇതിൻ്റെ അടുത്ത്, നമുക്കതൊക്കെ ഒന്ന് മാറ്റാം. അതേപോലെ തന്നെ കളേഴ്സ്, ഷാഡോസ് ഒക്കെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ പൊസിഷൻസ് മാറ്റാൻ കഴിയും, കണ്ടില്ലേ, ഇതേപോലെ മാറ്റാം. അതേപോലെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മേളിൽ ആക്കിയിട്ട് മാറ്റാം. അതേപോലെ തന്നെ കീ ഫ്രെയിം ആഡ് ചെയ്യാൻ കഴിയും. കീ ഫ്രെയിം ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തത് ഇവിടെയാണ്. കുറച്ച് ഇവിടെ വെക്കാം. ഇപ്പോൾ കീ ഫ്രെയിം ആഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് ഇതൊന്ന് വെച്ച് നോക്കാം. കണ്ടില്ലേ, ഇതാണ് കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ. ഈ കീ ഫ്രെയിം എന്താ
എന്താണെന്ന് അറിയാത്തവർ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനി ഈ വീഡിയോ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഈ എക്സ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ FPS ഒക്കെ ഒന്ന് കൂട്ടി ക്വാളിറ്റി കുറയ്ക്കുക കൂട്ടുക ചെയ്തിട്ട് നമുക്ക് അതേപോലെ തന്നെ അല്ലെങ്കിൽ എക്സ്പോർട്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ലൊരു ഉഗ്രം വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.